എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇന്ന് ഈ ദിവസങ്ങളിൽ വന്ന വളരെ പ്രധാനപ്പെട്ട തൊഴിലവസരങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തേത് 85 കാറ്റഗറികളിലേക്ക് PSCയുടെ പുതിയ വിജ്ഞാപനം വന്നിട്ടുണ്ട്. LD ടൈപ്പിസ്റ്റ്, ജനറൽ മാനേജർ, അസിസ്റ്റന്റ് പ്രൊഫസർ, അക്കൗണ്ട്സ് ഓഫീസർ തുടങ്ങി നിരവധി ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. 10ഉം +2 അതോടൊപ്പം തന്നെ ഡിഗ്രിയും യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അവസാന തീയതി എന്ന് പറയുന്നത് ജൂലൈ 16 അടുത്തത് കേരള ധനലക്ഷ്മി ബാങ്കിൽ ജോലി നേടാൻ അവസരമുണ്ട്. അസിസ്റ്റന്റ് മാനേജർ, ജൂനിയർ ഓഫീസർ തുടങ്ങിയ ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ജൂലൈ 12 വരെ അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകളിൽ അവസരം വന്നിട്ടുണ്ട്. 363 ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. സെക്യൂരിറ്റി സ്ക്രീനർ അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് ഈ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ നിലവിൽ വേക്കൻസി വന്നിട്ടുള്ളത്. മിനിമം യോഗ്യത എന്ന് പറയുന്നത് +2 ഡിഗ്രിയാണ്. അടുത്തത് തിരുവനന്തപുരം ISROയിൽ ജോലി നേടാൻ അവസരമുണ്ട്. മെഡിക്കൽ ഓഫീസർ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഒഴിവുകളാണ് നിലവിലുള്ളത്. തുടക്ക ശമ്പളം എന്ന് പറയുന്നത് 36,000 രൂപയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ 2934 ഓഫീസർ വേക്കൻസീസ് ഇപ്പോൾ നിലവിലുണ്ട്. സർക്കിൾ ബേസ്ഡ് ഓഫീസറാണ്. തുടക്ക ശമ്പളം എന്ന് പറയുന്നത് 35,000 രൂപയാണ്. അടുത്തത് തിരുവനന്തപുരം RCCയിൽ ഇന്റർവ്യൂ വഴി ജോലിയിൽ അവസരം ഇപ്പോൾ ലഭ്യമാണ്. കേരള സർക്കാരിന് കീഴിലുള്ള റീജിയണൽ ക്യാൻസർ സെന്ററിൽ ലാബ് ടെക്നീഷ്യൻ ഒഴിവുകളാണ് നിലവിലിപ്പോൾ ഉള്ളത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ ജോലി അവസരവും നിലവിലുണ്ട്. കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഒഴിവുകൾ അതോടൊപ്പം തന്നെ മറ്റ് ചില ഒഴിവുകളും നിലവിലുണ്ട്. ഇമെയിൽ വഴി തന്നെ അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് നബാർഡിന് കീഴിലുള്ള ഫിനാൻഷ്യൽ സർവീസിൽ കമ്പനിയിലേക്ക് ഇപ്പോൾ നിലവിൽ വേക്കൻസീസ് ഉണ്ട്. കസ്റ്റമർ സർവീസ് ഓഫീസറായിട്ടാണ് നിയമനം ലഭിക്കുന്നത്. യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ്സും +2 ആണ്. അടുത്തത് കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമായിട്ടുള്ള മസഗോണ്ടോക്കിൽ അവസരം ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. ട്രേഡ് അപ്രന്റീസ് ഒഴിവുകളാണ് നിലവിലുള്ളത്. യോഗ്യത എന്ന് പറയുന്നത് 8ാം ക്ലാസ്സും 10ഉം ITIയുമാണ്. അടുത്ത ഒഴിവെന്ന് പറയുന്നത് കേരള സർക്കാരിന് കീഴിലുള്ള NISHൽ അവസരമുണ്ട്. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഒഴിവിലേക്കാണ് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത്. ഇമെയിൽ വഴി അപേക്ഷിക്കാവുന്നതാണ്. ഇതിന്റെ അവസാന തീയതി എന്ന് പറയുന്നത് ജൂലൈ 15 തീയതിയാണ്. അടുത്ത അവസരം എന്ന് പറയുന്നത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിലെ അവസരമാണ്. റെസിഡന്റ് എഞ്ചിനീയർ ഒഴിവിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അവസാന തീയതി എന്ന് പറയുന്നത് ജൂലൈ 12 അടുത്തത് കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ജോലി നേടാൻ അവസരമുണ്ട്. ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് തസ്തികയിലേക്കാണ് നിലവിലിപ്പോൾ അവസരം വന്നിട്ടുള്ളത്. ഇതിന്റെ അവസാന തീയതി എന്ന് പറയുന്നത് ജൂലൈ 16 അപ്പോൾ ഇതിനു മുമ്പ് കൃത്യമായിട്ടും അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.